ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരിയാണ് കടന്നു വന്നിരിക്കുന്നത്. റസിയ അനീഷ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ നാമുമായി ഷെയർ ചെയ്യുന്നതിന് ജോയ്സ് ടിവിയിലേക്ക് പ്രിയ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തില് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നിങ്ങളുടെ സന്നിധാനത്തിലടി ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ ദാസ്യ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപ കൊടുത്താട്ട് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണേ. കേൾവിക്കാരെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസി ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാം. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ ദൈവാടി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ മിനി മീറ്റിംഗിലേക്ക്, ഈ TV പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ജോയ്സ് ആൻറ്റി കുടുംബം, ആമീൻ, എല്ലാവർക്കും വേഗം വരുന്നവനായി കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ആമീൻ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. എൻ്റെ പേര് റസിയ. ആമീൻ. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ഇബ്രാഹിമിന്റെയും സൈനുബയുടെയും 3 മക്കളിൽ മൂത്ത മകളായി ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ വിവാഹശേഷമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാൻ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഭാഗ്യം ഒരുക്കിയത്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അനീഷ് ഹനീഫ, എൻ്റെ മൂത്ത മകന്റെ പേര് അഫ്സൽ, ഇളയ മകന്റെ പേര് ആദിൽ. കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആമേൻ. എനിക്കൊരു യൂട്രസ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടാകുകയും പല പള്ളികളിലും പല അമ്പലങ്ങളിലും ഒക്കെ കയറി ഇറങ്ങി ഒരു വിടുതലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഈവാഞ്ചലിക്കൽ ചർച്ചിൽ പോകുന്ന ഒരു സഹോദരിയുടെ TV-യിൽ കൂടെ കണ്ട ടെസ്റ്റിമോണിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവിന്റെ ജീവിതത്തിനകത്ത് അവസരം ഒരുക്കിയത്. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആമീൻ. ഞാൻ ദൈവത്തെ തേടിപ്പോയതല്ല, ദൈവം എന്നെ തേടി ലോക സ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടത് കൊണ്ട് കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ഭാഗ്യത്തെ ഒരുക്കി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു യൂട്രസ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായെന്ന്. ആമീൻ. എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ TV-യിൽ കൂടെ ഒരു ടെസ്റ്റിമോണി കാണാനിടയായി. എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് തിരികെ വരുന്ന സമയത്ത് ആമീൻ, ആ ചേച്ചി എന്നും രാവിലെ ഒന്ന് ഹാർവസ്റ്റ് അല്ലെ പവർ വിഷം വെച്ചിരിക്കും. ആമീൻ. കുഞ്ഞുങ്ങളെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ചേച്ചിയുടെ ആമീൻ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനേകർ വീൽ ചെയറിൽ വരുന്നതും ഈ വീൽ ചെയർ തിരികെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനിടയായി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു. ആദ്യം ഓർത്തു ഇതൊക്കെ കള്ളത്തരമാണ്, കാരണം ആളെ കൂട്ടാനുള്ള പരിപാടിയാണ്, യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, അങ്ങനെയുള്ള ചിന്തയായിരുന്നു. അല്ലാതെ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷയുണ്ടെന്നോ ആമീൻ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി വന്നതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹു ഏക രക്ഷകനാണ്. ഞാൻ പഠിച്ച സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യവും ഒക്കെ ഞാൻ ജനിച്ച വളർന്ന മതത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. സ്തോത്രം. അതുകൊണ്ട് ആമീൻ, ഞങ്ങളുടെ മുമ്പിൽ വന്ന അല്ലെങ്കിൽ ബന്ധുക്കോസ് അനുഭവത്തിലുള്ളവർ യേശു രക്ഷകനാണെന്ന് പറഞ്ഞാൽ, ആമീൻ, യേശുവിൽ കൂടെ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആമീൻ അംഗീകരിക്കത്തുമില്ല. കാരണം എനിക്ക് അള്ളാഹു ഉണ്ട്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്. അപ്പം ഒരു കാരണം എൻ്റെ മതത്തിനകത്ത്, എൻ്റെ ബ്ലഡിനകത്ത് ആമീൻ മതമെന്ന് പറയുമ്പോൾ ആമീൻ തലയ്ക്കകത്ത് പിടിച്ചു നിൽക്കുന്ന ആമീൻ ഒരു മതത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് മതം ആമീൻ ഇസ്ലാം മതമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ആ വ്യക്തിയോട് ആമീൻ സ്തോത്രം എതിര് പറയുവാനും ആ വ്യക്തിയോ പറഞ്ഞു ഓടിക്കുവാനും തക്ക രീതിയിൽ ആമീൻ സ്തോത്രം നിൽക്കുന്ന ഒരു
മതത്തിലാണ് ഞാൻ ജീവിച്ചത്, ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ മതമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം തീവ്രതയായിരുന്നു. അതാണ് അതിന്റെ അർത്ഥം, തീവ്രതയായിരുന്നു. ഒരു വ്യക്തികൾക്ക് പോലും ആ മതത്തെ എന്തെങ്കിലും കുറ്റം പറയാനോ ആ മതത്തിൽ ജനിച്ച വളർന്ന എന്നോട് മറ്റൊരു മതത്തെ കുറിച്ച് പറയുവാനോ അവർക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇസ്ലാം മതത്തിൽ ഞാൻ സ്ട്രോങ് ആയി ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. പള്ളിയിൽ പോയി മതപരമായി പഠിച്ച് അങ്ങനെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും എന്നെ അങ്ങനെ കുലുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ എനിക്ക് അസുഖമുണ്ടായ സമയത്ത് ഞാൻ ഈ TV ടെസ്റ്റിമോണി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ, ഒരു വ്യക്തികൾ പറയാതെ എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞ നീ ഒരു ബൈബിൾ വാങ്ങിക്കാൻ. സ്തോത്രം. ഞാൻ വേഗത്തിൽ ഒരു ബൈബിൾ വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ മുട്ടുമടക്കി ഇങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചത്. യൂട്രസ് പ്രോബ്ലം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോയോ? പോയി, പല ഹോസ്പിറ്റലിൽ പോയി, പല അമ്പലങ്ങളിൽ പോയി, പല പള്ളികളിൽ പോയി, പല നേർച്ചകൾ ചെയ്തു, പല പട്ടുകൾ കൊടുത്തു, പല ഉസ്താക്കന്മാരുടെ അടുത്ത് പോയി. അങ്ങനെയൊക്കെ ഒത്തിരി ഇത് ചെയ്തിട്ടും എനിക്കൊരു കുറവുണ്ടായിട്ടില്ല. സ്തോത്രം. പലരും പറയുന്ന പല മരുന്നുകളും കഴിച്ചു. പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും ഒരു വിടുതൽ ലഭിച്ചില്ല. സ്തോത്രം. എന്നാൽ ഈ യേശുക്രിസ്തുവിൽ കൂടെ സൗഖ്യമുണ്ടെന്നോ അല്ലെങ്കിൽ വിടുതലുണ്ടെന്നോ എന്നോട് ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. സ്തോത്രം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ സഹോദരി ആണെങ്കിലും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്നോ ഒന്നും. അങ്ങനെ അവർക്കറിയാമല്ലോ, നമ്മളൊരു തീവ്രമായ ഒരു മതത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് അങ്ങനെ പറയാൻ പോലും ധൈര്യം ഇല്ല. സ്തോത്രം. എന്നാൽ ആ ചേച്ചിയുടെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യത്തില്ല, ഒരു കാരണവശാലും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ TV ഈ വീൽ ചെയർ അനേകർ വരുന്ന തിരിച്ച് വീൽ ചെയർ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇവരാളെ കൂട്ടാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്തയിലാണ് ഞാനിത് കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തോന്നും. എന്നാൽ പെട്ടെന്ന് ആരോ എൻ്റെ ഹൃദയത്തിൽ പറയണം, നീ ഒരു ബൈബിൾ വാങ്ങാനാ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ബൈബിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഥകളെല്ലാം അടച്ചു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോടൊരു ബൈബിൾ വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടുമടക്കി കഥകളെല്ലാം അടച്ച് മുട്ടുമടക്കിയിട്ട് എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അതിനു മുമ്പേ പ്രാർത്ഥിച്ചിട്ടില്ല യേശുക്രിസ്തുവിനോട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇപ്പോൾ ആ TV കണ്ടത് സത്യദൈവമാണെങ്കിൽ എൻ്റെ അസുഖത്തെ മാറ്റണേ ദൈവമേ എന്ന് പറയുന്ന നിമിഷം തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ നിമിഷം തന്നെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. സ്തോത്രം. അന്ന് എനിക്കൊരു വിശ്വാസം വർദ്ധിക്കുകയും ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ബൈബിൾ ഇവിടെ വായിക്കാൻ, നമ്മൾ മുസ്ലിം ആയിരിക്കുമ്പോൾ അറബിയാ വായിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. നമ്മളിങ്ങനെ ഓതി അങ്ങ് പോവാ. പക്ഷെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ആ സമയങ്ങളൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് സൂറത്ത് 36 അധ്യായത്തിൽ യാസീൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. യാസീൻ, സൂറത്ത് യാസീൻ. അപ്പൊ ഇത് മരണവീട്ടിൽ ചെല്ലുമ്പോഴും കല്യാണത്തിന് ചെല്ലുമ്പോഴും കയറി താമസത്തിന് ചെല്ലുമ്പോഴും ഈ യാസീനാ വായിക്കുന്നത്. എന്നാൽ പിന്നീട് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ അർത്ഥം ഒന്ന് ഖുർആന്റെ മലയാളം ഞാൻ പഠിക്കാൻ തുടങ്ങി. സ്തോത്രം. ഖുർആന്റെ മലയാളത്തിന്റെ അർത്ഥം വായിച്ചപ്പോൾ എനിക്ക് ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം, അവരെ കുറ്റം പറയുകയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരനുഭവം. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ മരണവീട്ടിൽ ചെല്ലുമ്പോഴും കല്യാണത്തിന് ചെല്ലുമ്പോഴും കയറി താമസത്തിന് പോകുമ്പോഴും എന്തിനും ഈ യാസീൻ ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. പക്ഷേ ഇതിന്റെ മലയാള അർത്ഥം വായിച്ചപ്പോൾ ഇത് വായിക്കും തോറും മലയാളം ഓരോന്നിന്റെ അർത്ഥം വായിക്കും തോറും
വളരെ അർത്ഥവത്തായി അത് തോന്നിയിട്ടില്ല. കാരണം ആ വാക്യത്തിലെ ഓരോ അർത്ഥങ്ങളും മലയാളത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങി. ഖുർആൻ എപ്പോഴും നമ്മൾ എല്ലാ മതത്തെ കുറിച്ചും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും പഠിച്ചത് കൊണ്ട് ആ മതത്തിൽ ചേരത്തില്ല. മുസ്ലിമായി ജനിച്ച ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ മതഗ്രന്ഥം മൊത്തം പഠിച്ചിരിക്കണം. ആമേൻ. എന്റെ ഒരു അഭിപ്രായം, ക്രിസ്ത്യാനിയായി ജനിച്ച ഒരു വ്യക്തി ആ ക്രിസ്തുവിന്റെ ഗ്രന്ഥം മുഴുവനും പഠിച്ചിരിക്കണം. ഹിന്ദുവായി ജനിച്ച ഒരു വ്യക്തി അവരുടെ ഗ്രന്ഥം പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു ട്രാക്റ്റ് വായിക്കുന്നത് കൊണ്ടൊന്നും ഒരിക്കലും മതത്തിൽ നമ്മൾ ചേരത്തില്ല. അങ്ങനെ ആർക്കും നമ്മളെ ചേർക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളെ ചെല്ലാൻ ഒരു മനുഷ്യർക്കും, ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഞാൻ ഈ യാസീൻ വായിക്കുമ്പോൾ, ഇതിന്റെ അർത്ഥം വായിക്കുമ്പോൾ, ഇത് വായിക്കും തോറും ബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണെന്ന് ഇതിന്റെ അർത്ഥം മനസ്സിലായി. സ്തോത്രം. കാരണം മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വാക്യങ്ങൾ വായിക്കുന്നതും, കല്യാണ സന്തോഷത്തിൽ ചെല്ലുമ്പോൾ അവിടെയും ഇറങ്ങുന്നതിന് മുമ്പേ, പിന്നെ രാത്രി യാമങ്ങളിലൊക്കെ എപ്പോഴും എത്രയും ഓതാവോ അത്രയും നല്ലതാണെന്നാ പറയുന്നത്. പക്ഷേ ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി ഇതെന്താണ് വായിക്കുന്നതെന്ന്, ആമേൻ, സ്തോത്രം, എനിക്ക് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് എഴുതിയിരിക്കുന്നു, അവരുടെ കഴുത്തിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു. എന്നുള്ള വാക്യത്തിൽ അവരുടെ കഴുത്തിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് അവരുടെ താടികൾ വരെ എത്തുന്നു, തന്മൂലം അവർ തലകുത്തനെ പിടിച്ചവരായിരിക്കും. സ്തോത്രം. മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ഓതുന്ന ഒരു വാക്ക്. അപ്പോൾ ഇതിന്റെ അർത്ഥം പഠിക്കാൻ തുടങ്ങി ഞാൻ. സ്തോത്രം. പിന്നെ നമ്മൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ മരിച്ച വ്യക്തിയെടുത്ത് ഇത് ഓതിയിട്ട് എന്ത് കാര്യം? സ്തോത്രം. അപ്പോൾ ഇങ്ങനെ കുറെ വാക്യങ്ങൾ എന്നെ വല്ലാതെ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിന്റെ മലയാളം വായിക്കാൻ തുടങ്ങി. കൂടുതലും ഞാൻ ഇതിന്റെ മലയാളം വായിച്ചു. അർത്ഥം മനസ്സിലാവണല്ലോ. നമ്മളെ ഇങ്ങനെ യാസീൻ അല്ലെ വൽ ഖുർആൻ ഹക്കീമിനെ കലൽ മുർസലിൽ അസ്റാത്തൽ മുസ്തഖീം തൻസീൽ അസീസ് റഹീലത്തുൻദറ ഖൗമൻ മാ ഉൻദറ ആബാവും ഫൗം ആഫിലു ലഖദ് ഹക്കൽ ഖൗലു അലാ അക്സരിയും ഫൗം ലാ യുമിനൂൻ. ഇങ്ങനെ ഓതി പോവാം. പക്ഷെ ഇതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇത് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ എന്ത് ചെയ്യുക, എന്റെ കഴുത്തിൽ ചങ്ങല വെച്ചിരിക്കുക. അതായത് അവരുടെ കഴുത്തിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് അവരുടെ താടിയലുകൾ വരെ എത്തുന്നു, തന്മൂലം അവർ തലകുത്തനെ. സ്തോത്രം. ഇതൊരു വാക്യമാണ്, ഖുർആന്റെ ഒരു അധ്യായത്തിന്റെ ഒരു വാക്യം. എന്നാല് ബൈബിളിൽ പറയുന്നു, ബൈബിളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട്, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനം എന്നെ വല്ലാതെ ഇടപെട്ടു. എന്താണെന്നറിയാവോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഒരു വചനമാണത്. അടുത്തത് നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ ഉദിക്കപ്പെടുമെന്ന്, അതായത് കർത്താവിന് എന്തോ ഇല്ല, മുഖപട്ട
ഭേദപക്ഷമില്ല, ആണെന്നുമില്ല പെണ്ണെന്നുമില്ല, ദൈവത്തിന്റെ, അതായത് ആവർത്തന പുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നതാ? ആവർത്തന പുസ്തകത്തിൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അനുസരിച്ചു നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. സ്തോത്രം, ആമീൻ. അപ്പം അനുസരിച്ച് നടക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ദൈവത്തിന്റെ വചനം ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവിക വഴിയിലേക്കാ ഞാൻ ആമീൻ ദൈവം എന്നെ ഓരോ ദിവസങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇത് മനസ്സിലായില്ല. ആദ്യമൊക്കെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ അടച്ചിട്ട്, കർത്താവേ ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണേ. അപ്പോൾ ഞാൻ 5 നേരം നിസ്കരിക്കുമ്പോ ഞാൻ എൻ്റെ മക്കൾക്കും ആമീൻ എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും മാത്രമാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവരെ കാത്തുരക്ഷിക്കണേ, അവരെ അനുഗ്രഹിക്കണേ. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, യേശുവിനോട് ആദ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നാൽ ദൈവം ഓരോ പ്രാർത്ഥനയ്ക്കകത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവത്തിന് എന്നോട് കൃപ തോന്നി. സ്തോത്രം. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മദ്യപാനിയെ രക്ഷിക്കണമേ, മദ്യപാനിയെ സഹായിക്കണമേ, മദ്യപാനിയെ വിടുവിക്കണമേ എന്നൊക്കെ ഈ ക്രിസ്തീയ സഹോദരങ്ങൾ ആമീൻ പ്രാർത്ഥിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഒരു ആരാധനയ്ക്ക് പോയോ? അതെ, ഞാൻ പറയാതെ അത് ഞാന് ഈ ടിവിയിൽ കണ്ട ദൈവദാസന്റെ മെസ്സേജ് എനിക്ക് സൗഖ്യം തന്നു. എന്നാൽ ആദ്യമൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ റൂമിനകത്ത് കതകടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പൊ ദൈവം എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുമോ? തീർച്ചയായിട്ടും. ഞാനത് പറഞ്ഞു വരുന്നത്, 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ വിളിച്ച് എന്നോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ രാത്രി 12 മണിക്ക്, എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ദുബൈയിലാണ്, 12 മണിക്ക് ഞാൻ നിസ്കരിക്കാൻ ആമീൻ എന്നോട് പറയും. ഞാൻ പറയും 12 മണിയാകുമ്പോ എന്നെ വിളിക്കണം, എനിക്ക് നിസ്കരിക്കാനാ എന്ന് പറയും. അത്രയ്ക്ക് തീവ്രമായ വിശ്വാസം എന്നിലുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോ 12 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കേൾക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ആമീൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ, ഒരു വീട് നീട്ടുവാൻ, കാറ് നയിക്കാൻ, ഈ സമൂഹത്തിൽ നല്ലതായി ജീവിക്കാനല്ലേ പലപ്പോഴും നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതും, അല്ലെ ദൈവത്തെ നമ്മൾ ജനിച്ച സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തെ വിളിക്കുന്നത് തന്നെ അതിനു വേണ്ടിയല്ലേ? ആന്നു. സ്തോത്രം. പിന്നെ ഏറെ ചുരുങ്ങിയ പേരേ ഉള്ളൂ ഏത് മതത്തിലാണെങ്കിലും അവര് സ്വർഗത്തിൽ പോകുമെന്നവർക്കൊരു ചിന്തയുണ്ട്. ചിലർക്കറിയാം ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല, എന്റെ പ്രവൃത്തി കൊണ്ട്. അപ്പൊ ഓരോ തരമുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം നരകമെന്നോ അത്രമാത്രം ഒരു തീവ്രമായ കാഴ്ചപ്പാട് ഇല്ലായിരുന്നു. ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ പോലും എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, എന്റെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കണം, എന്റെ കുടുംബം നന്നായി രക്ഷപ്പെടണം, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് എന്റെ ജീവിതത്തിൽ. അങ്ങനെ സ്വർഗത്തെ മരിച്ചു ചെല്ലുമ്പോ സ്വർഗത്തിൽ പോകും, അങ്ങനെ സ്വർഗമായുള്ള വലിയ കാഴ്ചപ്പാട് സ്വർഗം അങ്ങനെ ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതാ വാസ്തവമായ സത്യം. ചിന്തിക്കാനുള്ള അവസരമൊന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ദൈവത്തെ അറിയാനും, ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിൽ കണ്ടിട്ടുണ്ട്, ദൈവത്തിന് ഏത് കുടുംബത്തിൽ ജനിക്കണമെന്നും നമ്മളെ എങ്ങനെ ആയിത്തീരണമെന്നും ഒക്കെ ദൈവത്തിന് മുന്നമേൽ അറിയാം. ഒരു വ്യക്തിയെ കുറിച്ച് നന്നായി ദൈവത്തിനെ അറിയാം. ദൈവം എന്ന് പറയുന്നത് ആർക്കും വിടുവിക്കാൻ കഴിയാത്തിടത്ത്, ആർക്കും രക്ഷിക്കാൻ കഴിയാത്തിടത്ത് കണ്ണിനെ തന്ന്, കാലിനെ തന്ന്, ശരീരത്തിന്റെ അവയവത്തെ തന്ന്, അസ്ഥി തന്ന്, നാഡി തന്ന്, നരമ്പ് തന്ന്, ജീവൻ തന്ന്, ശ്വാസം തന്ന്, നമ്മുടെ ഏത് വേദനയ്ക്കകത്തും ഒരു പൈസ കൊടുക്കാതെ, ഒരു മെഴുകുതിരി വെട്ടം കൊടുക്കാതെ, ഒരു പട്ട് കൊടുക്കാതെ, ഒരു നേർച്ച കൊടുക്കാതെ നമ്മുടെ വേദനയ്ക്കകത്ത് ഇറങ്ങി വരുന്നവനാണ് ദൈവം. ദൈവം എന്ന് പറയുന്ന സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ
നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ എന്തു കൊടുത്താലും ദൈവത്തിന് അത് എന്താകത്തില്ല, മതി വരത്തുമില്ല, തൃപ്തിയാകത്തുമില്ല. കാരണം നമുക്ക് ദൈവത്തിന്റെ ആ സ്തോത്രം അളക്കാൻ, ദൈവത്തിനെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയത്തില്ല. അത്രമാത്രം സർവശക്തനാണ് ദൈവം. പക്ഷെ നമ്മൾ നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് നമ്മൾ ദൈവത്തെ ഒരു പരിധിക്കകത്ത് വെച്ചിരിക്കുക. നമ്മുടെ ചിന്തകള്, നമ്മുടെ ബുദ്ധി എല്ലാം സാത്താൻ കെട്ടിവെച്ചിരിക്കുക, ബന്ധിച്ചിരിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കല്ല. സ്തോത്രം. ഈ മഴയെ സൃഷ്ടിച്ച ദൈവം, പ്രകാശം നമുക്ക് രാത്രിയിൽ സ്തോത്രം പ്രകാശമുണ്ട്, നിലാവിന്റെ വെട്ടമുണ്ട്. പകല് നമുക്ക് സൂര്യനെ ദൈവം തന്നു. കണ്ടോ, രാത്രി വാഴുവാൻ ദൈവം ചന്ദ്രനെ തന്നു. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് ഓരോ ദിവസവും തന്ന്, അത്ഭുതകരമായി അതിശയകരമായി തന്ന്, നമുക്ക് ജീവിക്കാനുള്ള വേണ്ട തന്ന് നമ്മളെ പോറ്റുന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി കരുതി വെച്ചോ? സ്തോത്രം. ഇന്ന് സമ്പത്തുണ്ട്, നമുക്ക് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയലും ആ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ നമ്മൾ ഒന്നും കരുതി വെച്ചിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതി. ദൈവം നമുക്ക് സ്തോത്രം ഊനമില്ലാതെ കൈ തന്നേ, കാല് തന്നേ, ശരീരം തന്നേ. ചിലർക്ക് ദൈവം ഊനം കൊടുത്തെങ്കിലും അവർക്ക് ഫുഡ് ദൈവം കൊടുക്കാതിരുന്നിട്ടില്ല. അവർക്ക് നല്ല അപ്പനെ കൊടുത്ത്, അമ്മയെ കൊടുത്ത്, എല്ലാം ദൈവം കൊടുത്തു. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ ദൈവത്തെ മനസ്സിലാക്കാതെ അപ്പനും അമ്മയും കാണിച്ചു തരുന്ന അതാണ് ദൈവം എന്നുള്ള അവർ അന്വേഷിക്കാതെ സ്തോത്രം. ഞാനും ഒപ്പമായിട്ട് പറയാം, നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മുടെ അപ്പൻ നമുക്ക് ഒരു ദൈവം ഞാൻ ജനിച്ചോണ്ട് എന്റെ ജീവിതത്തിൽ ഇതാണ് ദൈവം, അങ്ങനെയുള്ള ജീവിതത്തിൽ പോകുന്നു. എന്നാൽ ദൈവം എവിടെയൊക്കെയോ ഇത്തിരി കരുണയുള്ളത് കൊണ്ട് ദൈവത്തെ കാണുവാനും അറിയുവാനും പാപത്തിൽ കിടന്ന, പടുകുഴിയിൽ കിടന്ന എന്നെ ദൈവം അതിന് അവസരം ഒരുക്കി. അപ്പൊ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അതിനകത്തൊരു മതമില്ല. ഞാനും നിങ്ങളും എല്ലാം ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മുസ്ലിം ഇങ്ങോട്ട് മാറി നിൽക്ക്, ക്രിസ്ത്യാനി ഇങ്ങോട്ട് മാറി നിൽക്ക്, ഹിന്ദു ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയത്തില്ല. ഞാൻ മരിച്ചു പോകുമ്പോൾ എന്റെ ഭർത്താവ് പറയത്തില്ല, എന്റെ റസിയ ഇത്രയും നാളും എന്റെ കൂടെ താമസിച്ചല്ലേ, ഇന്ന് 5 പവന്റെ മാല കൊണ്ടുപോക്കോളൂ എന്ന് പറയത്തില്ല. സ്തോത്രം. എന്താ കാരണം? മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോയി? നമ്മളങ്ങ് പോവുക. എവിടോട്ട് പോയി? എന്റെ ചിന്ത ക്രിസ്തുവിലേക്ക് വരുന്ന ചിന്തകളാണ് ഞാൻ പറഞ്ഞ സാക്ഷ്യം പറയാം. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ, അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുകയാ. ആരെങ്കിലും ഒരു ഉടുതുണി തന്നാൽ തന്നു, പക്ഷെ നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല. അതാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഭർത്താവിന് വേണ്ടി ജീവിച്ചു, മതത്തിന് വേണ്ടി ജീവിച്ചു, തീവ്രമായ മതത്തിന് വേണ്ടി ജീവിച്ചു, നമ്മുടെ പാരമ്പര്യത്തിൽ പറഞ്ഞ് നമ്മൾ ജീവിച്ചു, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു. ജനിച്ചത് ഇങ്ങോട്ട് വീഴുന്നത് തനിയാണ്, മരിച്ചു പോകുമ്പോൾ തനിയെ പോണം. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ചെയ്തതിന് നന്മ കർത്താവ് ദൈവം ഒരു ഓഹരി ഉണ്ട്. ഭർത്താവിനെ നോക്കിയതിനും കരുതിയതിനും ഒരു ഓഹരി ഉണ്ട്. സഭയ്ക്ക് കീഴ്പ്പെട്ടതിനൊക്കെ ഒരു ഓഹരി ഉണ്ട്. നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു ആ പ്രവൃത്തിക്ക് തക്കവണ്ണം ഒരു പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഈ ആത്മാവിനെ, ദൈവം തന്ന ആത്മാവിനെ സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മൾ എന്ത് കരുതി വെച്ചു? നമ്മൾ എന്തൊരുക്കി വെച്ചു? അത് സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി ഈ ആത്മാവിന് വേണ്ടത് ദൈവത്തെ അന്വേഷിച്ചോ? അത് ഏത് മതത്തിലുള്ളവർക്കാണെങ്കിലും അന്വേഷിക്കാം. ഒരിക്കലും അന്വേഷിച്ചെന്ന് പറഞ്ഞ് മതം മാറത്തില്ല. ഇത് തോക്ക് ചൂണ്ടിയിട്ട് ഇപ്പം മതം മാറണമെന്ന് പറഞ്ഞ അങ്ങനൊന്നും ഒരു മനുഷ്യർക്കും മതം മാറാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ മാറാൻ ഒരു പുസ്തകം വായിച്ചത് കൊണ്ട് ഒരിക്കലും മതം മാറത്തില്ല.
അതെന്താന്ന് ചോദിച്ചാൽ മതം നമ്മുടെ തലയ്ക്കകത്ത് തീവ്രമായി നിൽക്കുക. അതുകൊണ്ട് നമ്മളത് പുസ്തകം വായിച്ചാൽ അതെന്ത് മാറിപ്പോന്നില്ല. സ്തോത്രം. അപ്പൊ ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഖുർആനും പഠിപ്പിക്കും, രാമായണവും പഠിപ്പിക്കും, മഹാഭാരതവും പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. കാരണം എന്താ? എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളെ എല്ലാം പഠിപ്പിക്കും. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലായത് കൊണ്ട് ഒരിക്കലും മതം മാറുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ബുദ്ധിയിൽ അത് എന്താ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് സ്തോത്രം, ഖുർആൻ മൊത്തമായി വായിക്കണം. ഹിന്ദു സഹോദരങ്ങളോട് പറയാനുള്ളത് രാമായണവും ഭഗവത്ഗീതയും മൊത്തമായി വായിക്കണം. ക്രിസ്ത്യൻ സഹോദരനോട് പറയുന്നത് ബൈബിൾ മുഴുവനായി വായിക്കണം. കാരണം ഒരിക്കലും നമ്മൾ വായിച്ചില്ല, അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചില്ല എന്ന് നമ്മൾ ആരും പറയരുത്. നമുക്ക് ഈ ലോകത്തിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് കീഴ്പ്പെട്ടാല് നമ്മൾക്ക് അതിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കണം. നമുക്കിപ്പോ ട്രാഫിക് ഒരു നിയമമുണ്ട്. സ്തോത്രം. നമ്മൾ തെരഞ്ഞെടുത്ത സ്തോത്രം മുഖ്യമന്ത്രിക്കൊരു ജനങ്ങളെ ഭരിക്കുവാൻ ഒരു നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനൊരു ഒരു പടിയിൽ അപ്പുറമായിട്ട് ജനങ്ങൾക്കും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ കീഴ്പ്പെടല് അനിവാര്യം. അതിന്റെ അപ്പുറമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് വളർന്ന വ്യക്തികൾക്ക് ഒരു കീഴ്പ്പെടലുണ്ട്. നമ്മൾ തെരഞ്ഞെടുത്ത ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആണെങ്കിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ അനുസരിക്കണം. എന്താ? അതിനൊരു കീഴ്പ്പെടൽ. അപ്പോൾ അതുപോലെ ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത് അന്വേഷിക്കുവാനും അതനുസരിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ഇതൊക്കെ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദൈവത്തോട് വല്ലാത്ത സ്നേഹം തോന്നി. സ്തോത്രം. അപ്പോൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ഒരു ഭയമാ മനസ്സിൽ. ഖുർആൻ എല്ലായ്പ്പോഴും ഖുർആൻ എടുക്കാൻ സ്ത്രീകൾക്ക് പറ്റത്തില്ല. ആമേൻ. കാരണം അത് വിശുദ്ധമാണ് ഖുർആൻ എന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ബൈബിള് വിശുദ്ധമല്ലെന്നല്ല പഠിപ്പിച്ച കാര്യം. സ്തോത്രം. സത്യവേദ പുസ്തകമാണ്, സത്യവേദ പുസ്തകം ബൈബിൾ. ഖുർആൻ നമുക്ക് എപ്പോഴും പോയി അത് എടുക്കാൻ പറ്റുന്നത് വിശുദ്ധിയോടെ വേണം അത് പോയി എടുക്കാൻ. അപ്പൊ അള്ളാഹുവിനെ നമുക്കൊരു ഭയമാണ്. നിസ്കരിക്കാതിരിക്കുമ്പോഴും ഭയത്തോടാണ് ഇരിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്ന 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം ദൈവം സ്നേഹമാണ്. അപ്പൊ എന്റെ അപ്പനായ യേശുപ്പച്ചന്റെ അടുത്ത് എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. അപ്പായെ, എന്റെ ജീവിതത്തിനകത്ത് കുറവുണ്ട്, എന്നെ നീ സഹായിക്കണേ. അതാണ് വ്യത്യാസം. എന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പേടിച്ചു വേണം നമ്മൾ പറയാൻ. നമ്മൾ അറബി ഇപ്പോൾ നിസ്കരിക്കുമ്പോഴാണെങ്കിലും അറബി ഓതിപ്പോ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്താണ്. പക്ഷെ അത് നിസ്കരിച്ച് കഴിയുമ്പോഴും നമുക്കൊരു സമാധാനം ലഭിക്കുന്നില്ല, നമുക്കൊരു സ്വസ്ഥതയില്ല, നമ്മൾക്ക് മറ്റുള്ളവരോട് വൈരാഗ്യം കൂടുന്നേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ യേശുവിനെ വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് പാപബോധം ഉണ്ടാകാൻ തുടങ്ങി. എന്റെ ജീവിതത്തിനകത്ത് ചെയ്തു പോയ പാപങ്ങൾ, ഒരു ബൈബിൾ വായിക്കുമ്പോൾ കർത്താവേ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവേ, ഞാനൊരു പാപിയാണല്ലോ, ജീവിതത്തിനകത്ത് ഒത്തിരി പാപമുണ്ടല്ലോ. പിന്നീടാ മനസ്സിലായത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, പകൽ സമയത്ത് നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിലാവട്ടം തരുന്ന ചന്ദ്രനല്ല, സൂര്യൻ അസ്തമിക്കുകയില്ല, ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല, യഹോവ നിന്റെ നിത്യ തേജസ്സും നിന്റെ നിത്യപ്രകാശമാവും, നിന്റെ ദുഃഖകാലം തീർന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ
കർത്താവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. ഒത്തിരി ദൈവത്തോട് നിലവിളിക്കുവാൻ, കരയുവാൻ, കർത്താവെ ജീവിതത്തിനകത്ത് തെറ്റുപറ്റി, പാപം, ജനനം മുതൽ പാപം, പിതാക്കന്മാർ ചെയ്തു പോയ പാപം, അകൃത്യങ്ങൾ ക്ഷമിക്കണമേ, എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ വിധത്തിൽ തെറ്റുകൾ വന്ന് അങ്ങനെ ഓരോ പാപങ്ങൾ ദൈവാത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്താൻ തുടങ്ങി. ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ ഞാൻ പാപിയാണേ എന്ന്. ആമീൻ. ജീവിതത്തിനകത്ത് ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാത്ത മേഖലകളിൽ ദൈവത്തോട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ യേശുവായി ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലാണ്. ഞാൻ ദൈവത്തോട് ഒത്തിരി അടുത്തു. ദൈവം എനിക്ക് വേണ്ടി ഒത്തിരി എനിക്ക് സമാധാനം ലഭിക്കാൻ തുടങ്ങി. അല്ലെ എങ്ങനെയൊക്കെയോ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആരുമില്ലേലും എൻ്റെ ദൈവം എനിക്കുണ്ടെന്നൊരു ബോധ്യമുണ്ടായി. ദൈവത്തിന്റെ ഒരു വാക്കാണ്, പെറ്റതള്ള തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അപ്പോൾ ഈ ലോകത്തിൽ പെറ്റതള്ള എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. 2024 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുക, പെറ്റതള്ള തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല. സ്തോത്രം. ഇതാ വ്യത്യാസം. ബൈബിൾ വായിക്കുമ്പോൾ ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം എങ്ങനെ ഇടപെടാം? ഞാൻ അന്ന് രാത്രിയിൽ ദൈവത്തോട് പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് വരുക, ദൈവമേ ഞാൻ യേശുവിനെ അറിഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞാൽ എന്നെ കൊല്ലും. ആമേൻ. തികഞ്ഞ മദ്യപാനിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എന്നാൽ കുടുംബത്തിനകത്ത് സമാധാനമില്ല. എന്നാൽ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയിൽ നല്ല സ്നേഹം, അങ്ങനെയുള്ള ഒരു കുഴപ്പം, ഞങ്ങളെ കരുതാതിരിക്കോ അങ്ങനെ ഒന്നും. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ കസാര കാണത്തില്ല, പാത്രങ്ങൾ കാണത്തില്ല, ഒന്നും കാണത്തില്ല, വഴക്കും മല്ലുക. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കത്തില്ല. എന്താ ചോദിച്ചാൽ ഏതാന്ന് ചോദിക്കും, 1 പറയുമ്പോ 9 പറയും. അങ്ങനെ തമ്മിൽ എന്ത് ചെയ്യില്ല, പരസ്പരം സ്നേഹിക്കുവാനോ, അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാ അത് മനസ്സിലാകുന്നേ, അത് അറിയത്തില്ല. അതാ സത്യം. വാസ്തവമായ എങ്ങനെ കുടുംബം കൊണ്ട് നടക്കണമെന്നോ എങ്ങനെ താഴ്മ ധരിക്കണമെന്നോ എന്നൊന്നും അറിയത്തില്ല. അതാ സത്യം. പക്ഷെ നമുക്ക് സ്നേഹിക്കണമെന്നുള്ള നമ്മുടെ സ്വാർത്ഥ മനസ്സ്, നമ്മൾ സാത്താന്റെ ലോകത്തിലല്ലേ ജീവിക്കുന്നേ, സാത്താന്റെ അധിപതിയിലായിരുന്നല്ലോ. അപ്പോൾ അവന്റെ ഇഷ്ടം നമ്മുടെ കുടുംബത്തെ തകർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുക, അല്ലേ? സ്തോത്രം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആരാ? സ്വാർത്ഥ മനസ്സായിരുന്നു. അള്ളാഹുവിനെ വിളിക്കുമ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്. അപ്പോൾ എൻ്റെ ചിന്ത ഇടുങ്ങിയതായിരുന്നു. എന്റേത്. മറ്റുള്ളവർ അനുഗ്രഹിക്കുന്നവനോ മറ്റുള്ളവർ അങ്ങനെ നമുക്ക് ആ ഒരു വിഷയമില്ല. എന്റേത് എങ്ങനെയും നന്നാകണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതല്ല, ഒരു ദൈവത്തിന്റെ ആഗ്രഹം അതല്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം, എല്ലാവരും സ്വസ്ഥമായി ജീവിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തിന് എന്തു ക്വാളിറ്റി ഉണ്ടോ അതേ ക്വാളിറ്റി ദൈവത്തിന്റെ മക്കളിലേക്ക് വ്യാപരിക്കും. സ്തോത്രം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മതം സ്ഥാപിക്കാനല്ല, സകല ആണും പെണ്ണുമായി ജനിച്ചു വളർത്തപ്പെട്ട സകലരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, സകല മനുഷ്യന്റെയും പാപത്തിന് വേണ്ടിയാ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനസ്സ് വിശാലമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മനസ്സ് എങ്ങനെയായിരിക്കും? അത് ഓട്ടോമാറ്റിക്കലി സ്തോത്രം എന്ത് ചെയ്യും? വിശാലതയിലേക്ക് പോകും. അപ്പോൾ യേശുവിലെ പാപത്തിന് വേണ്ടി യേശു വന്നത്. യേശുവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പാപബോധം തോന്നി. സ്തോത്രം. അപ്പോൾ നമ്മൾ ആരെ അനുഗമിക്കുന്നോ
ആ വ്യക്തിയുടെ സ്വഭാവം നമ്മളിലേക്ക് വ്യാപരിക്കും. നമ്മൾ സാത്താനെ അനുഗമിക്കുന്നെങ്കിൽ സാത്താന്റെ സ്വഭാവം എന്ത് ചെയ്യും? കോപം, ക്രോധം, അഹങ്കാരം, നിഗളനം, താഴ്മയില്ലായ്മ, ഇതെല്ലാം നമ്മളിലേക്ക്. നമ്മളെന്ന ജാട, നമ്മളെന്ന പദവി, നമ്മൾ ഞാൻ ആരെന്നറിയാമോ? എന്റെ കുടുംബം അറിയാവോ? എന്റെ മഹത്വം അറിയാവോ? എനിക്ക് പണമുണ്ടല്ലോ, ഇത് ഞാൻ എന്നുള്ളത് സാത്താനെ അനുഗമിക്കുന്നവരുടെ സ്വഭാവം. അത് യഥാർത്ഥമായി ഒരു ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തി സ്നേഹമായിരിക്കും, സന്തോഷമായിരിക്കും. ആ വ്യക്തിക്ക് മറ്റുള്ളവരെ കുറിച്ച്, നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ആത്മഭാരമാവും. അവരാരും നഷ്ടപ്പെടലെന്നാവും. അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാവും, ചേഞ്ച് വരും. സ്തോത്രം. അപ്പൊ ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിലേക്ക് വന്നു. പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവ മക്കൾ എന്ന പദവി എന്നിലേക്ക് വന്നു. എനിക്ക് സമാധാനം ലഭിച്ചു, എനിക്ക് സ്വസ്ഥത ലഭിച്ചു. സ്തോത്രം. എനിക്ക് സന്തോഷമുണ്ടായി. മുസ്ലിം ആയിരുന്നപ്പോ ഉസ്താദിനെ അടിച്ചു, പെന്തിക്കോസി വന്നപ്പോ പാസ്റ്ററെ അടിച്ചു. എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ഇപ്പൊ സ്വഭാവത്തിന് മാറ്റം വരണം, ജീവിത ശൈലിക്ക് മാറ്റം വരണം. സ്തോത്രം. ഹല്ലേലൂയ. സ്വഭാവത്തിലും ജീവിതത്തിലും മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ എന്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള എന്തോ വന്നു. ദൈവമേ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ ഹസ്ബൻഡോട് അറിയുവാൻ വഴിയൊരുക്കണമേ. അതായിരുന്നു ഇനി അടുത്ത പ്രാർത്ഥന. അപ്പൊ എന്റെ സ്വഭാവത്തിന് മാറ്റം വന്നാലേ എന്റെ എന്നുള്ള കാഴ്ചപ്പാട്, സമാധാനം എനിക്ക് കിട്ടിയ പിന്നെ എന്റെ ഹസ്ബൻഡോട് എന്ത് ചെയ്യണം? എനിക്ക് ഒറ്റയ്ക്ക് യേശുവിനെ വിളിക്കാൻ പറ്റത്തില്ല. എനിക്ക് യേശുവിനെ ഒറ്റയ്ക്ക് യേശുവിന്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. കർത്താവേ, നീ അതിനു വേണ്ടി എനിക്കൊരു വഴി ഒരുക്കണമേ. പ്രാർത്ഥിച്ചു. അങ്ങനെ എന്റെ ഹസ്ബൻഡ്, എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ കൊല്ലും. കാരണം നമ്മൾക്ക് ക്രിസ്ത്യാനിയുടെ ഇതിലേക്ക് പോയെന്ന് പറഞ്ഞാൽ എന്നെ അപ്പളെ കൊല്ലും. ഞാൻ ദൈവത്തോട് അന്ന് തലേത് 12 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ യേശുവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് യേശുവിനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ നീ പ്രവർത്തിക്കണം. അപ്പോഴും എനിക്കറിയത്തില്ല ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമെന്നൊന്നും. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ യേശുപ്പച്ചനോട് എങ്ങനെ ഒരു കുഞ്ഞു പറയുന്നു. അപ്പൊ പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യം ഒന്നും വേണ്ട വാക്കുകളെ. പക്ഷെ എന്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു. കർത്താവേ, ഭയങ്കര മദ്യപാനമാണ്. അപ്പൊ ഞാൻ എങ്ങനെ പറയും? എനിക്കറിയത്തില്ല. പക്ഷെ അറിയാവുന്ന ഞാൻ യേശുപ്പച്ചനോട്, എനിക്ക് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. ആമേൻ. നാട്ടിൽ വന്നു. അന്ന് വൈകിട്ട് ഞാൻ പതിവ് പോലെ ബൈബിള് വായിച്ചു. പതുക്കെ കഥ കടച്ച് വായിച്ചു. കാരണം ദൈവമായിട്ട് ഭയങ്കര ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്നു. ബൈബിൾ തിരിക്കാൻ ഉറങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ വായിച്ചപ്പോ പതുക്കെ വന്ന് എന്റെ കഥക് തുറന്നു നോക്കി. ഞാൻ നോക്കുമ്പോൾ ബൈബിള് വായിക്കുക. സ്തോത്രം. എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്നെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ബൈബിൾ വായിക്കുക. സ്തോത്രം. എന്നെ ഒന്നും പറഞ്ഞില്ല. സിംഹത്തിന്റെ വായ അടച്ചതുപോലെ ദൈവം അവിടെ വായ അടച്ചു. അതൊരു മിറുക്കിളായി എനിക്ക് തോന്നി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞ, ചേച്ചി നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണം. ചേച്ചി എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ചേച്ചി ഞങ്ങൾ നല്ല കൂട്ടാ. അങ്ങനെ ഞങ്ങള് ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച്, ചേച്ചി ആയതുകൊണ്ടും ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടും നല്ല കൂട്ടുകാരായതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും പുറകിൽ പോയി ഇരിക്കുക. ആ ദേവദാസന്റെ മീറ്റിങ്ങിന് പോയി. അപ്പൊ ഞാൻ ഏറ്റവും മുന്നിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാ, ദൈവമേ, എനിക്കൊന്നും അറിയത്തില്ല. എന്നെ തൊട്ട ദൈവം, എന്നെ സ്നേഹിച്ച എൻ്റെ അപ്പൻ, എൻ്റെ അണ്ണനെയും കൂടെ തൊടുവാൻ ദൈവം സഹായിക്കണം. ഇതാ എൻ്റെ പ്രാർത്ഥന. വേറൊന്നും എൻ്റെ പ്രാർത്ഥനയില്ല. എന്നെ തൊട്ട ദൈവം, എനിക്ക് തന്ന സമാധാനം തന്ന ദൈവം, എനിക്ക് സ്വസ്ഥത തന്ന ദൈവം, എനിക്ക് ആ ദൈവത്തിന്റെ ഇത് മനസ്സിലായപ്പോൾ സ്വർഗം കിട്ടിയതിന്റെ ആ ഒരു സമാധാനം, സന്തോഷമാണ് ഇതുവരെ ഇല്ലാത്ത. ഇത് എൻ്റെ ഹസ്ബൻഡോട് അറിയണം. ഇതാ എൻ്റെ പ്രാർത്ഥന. ഞാൻ വലുതായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക.
ഒരു മെസ്സേജിന്റെ പകുതി സമയമായപ്പോ അഭിഷിക്തൻ പറഞ്ഞു, അന്ന് എന്റെ ഹസ്ബൻഡ് കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കണ്ണാടി വെച്ചാ മോൻ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ കടവെടുത്താണ്. അപ്പോൾ ഒരു വ്യക്തി പറയുന്ന അതേപോലെ പറയാനൊന്നും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. സ്തോത്രം. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, മോൻ മുന്നോട്ട് വരാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് അത് കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, വേറെ ആരെങ്കിലും ആയിരിക്കും. എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ മുന്നോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് ചെന്നു. മുന്നോട്ട് ചെന്നിട്ട് ആ ദേവദാസ് എന്റെ ഹസ്ബൻഡിന്റെ തലയിൽ ഇങ്ങനെ കൈ ഒന്ന് വെച്ചു. അപ്പോഴേ എന്റെ ഹസ്ബൻഡ് തറയിൽ. അപ്പൊ എന്ത് കഴിച്ചാലും എന്റെ ഹസ്ബൻഡ് ബാത്റൂമിൽ പോകുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, മോനെ നിന്നെ ദൈവം തൊട്ടിരിക്കുക, നിന്നെ ഇപ്പൊ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ സൗഖ്യം കൊടുത്തു. അപ്പൊ എന്റെ ഹസ്ബൻഡ് വലിയ രീതിയിലൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. ഈ ബെന്തിക്കോസുകാരെ കണ്ണെടുത്താ എന്റെ ഹസ്ബൻഡ് ഇഷ്ടമല്ല, അവരൊക്കെ കളിയാക്കും. സ്തോത്രം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഒരു അതുകൊണ്ട് അപ്പം എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് പറഞ്ഞു, മോനെ ദൈവം നിന്റെ ഉദരത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറ്റി നിന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വയറ്റിലത്തെ അസുഖം ദൈവം നേടി തൊട്ടു. എന്റെ ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇവരെങ്ങനെ ഇത് മനസ്സിലായി? നമ്മൾ ആദ്യമായിട്ട് വന്നതല്ലേ, നമ്മളെ ഇവർക്ക് അറിയത്തുപോലുമില്ല. പക്ഷെ ഈ പ്രശ്നമുള്ളത് എങ്ങനെയാണെന്ന് ദൈവത്തിന് മനസ്സിലായി കേട്ടോ, ദൈവം തൊടുന്നു. അപ്പൊ എന്നോട് പറയുക, ഞാൻ ഇനി ഗൾഫിൽ പോട്ടെ, ഗൾഫിൽ പോയിട്ട് ഈ അസുഖം വന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. സ്തോത്രം. വീട്ടിൽ വന്നാലും വീണ്ടും മദ്യപാനമാണ്. ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ എന്തുവാ മദ്യപാനം, എന്റെ ഹസ്ബൻഡ് യേശുവിനെ കൂടുതൽ അറിഞ്ഞിട്ടില്ല. പക്ഷേ സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ നഷ്ടപ്പെട്ട് യേശുവിനെ അറിഞ്ഞത് കൊണ്ട്, ഞാൻ യേശുവിനെ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനം ആ സമയത്ത് ലഭിച്ചു. പക്ഷെ എന്റെ ഹസ്ബൻഡിന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഹസ്ബൻഡിന്റെ വെള്ളവടിയൊക്കെ മാറ്റി നീ നല്ലൊരു മനുഷ്യനാക്കി തീർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വീണ്ടും ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ദൈവവും ഇച്ചിരിയൊക്കെ വിശ്വാസം വന്നു. എൻ്റെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വീട്ടിലാക്കി സ്കൂളിൽ പോകാൻ ഒരുക്കി റെഡിയാക്കി നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഗൾഫിന് എൻ്റെ ഹസ്ബൻഡ് പോകുന്ന സമയം വരെ 3-4 പ്രാവശ്യം പോകാൻ തുടങ്ങി. അങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ പറയുന്നത്, ആദ്യം നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന അഹങ്കാരവും നെഗളനവും താഴ്മയില്ലായ്മയും ദുർശക്തികളെല്ലാം നമ്മളിൽ നിന്ന് ഓരോന്നും എന്ത് ചെയ്യും, വിട്ടുപോകും. സ്തോത്രം. ബൈബിൾ പറയുന്നു, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പി. സ്തോത്രം. അപ്പൊ കോപം ഒരു പാപമാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉണ്ട്, കോപമുണ്ട്. നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ഇങ്ങനെ വ്യാപരിച്ചു വന്ന കോപം, അഹങ്കാരം, നെഗളനം, താഴ്മയില്ലായ്മ, ഇത് പെട്ടെന്ന് അങ്ങ് പോകത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നുമല്ല കർത്താവേ എൻ്റെ ഈ സ്വഭാവത്തെ മാറ്റണമേ എന്ന് സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം വിട്ടു പോണം. സ്തോത്രം. അപ്പോൾ അതിന് നമ്മൾ പ്രാർത്ഥനയ്ക്കകത്ത് ദിനം പ്രതി എന്ത് ചെയ്യണം, പങ്കെടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. ഹസ്ബൻഡ് ഗൾഫിലേക്ക് കടന്നുപോയി. ഞാൻ ഈ സമയത്ത് എനിക്ക് ഈ വെളിച്ചം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അനേക മുസ്ലിം സഹോദരങ്ങളോടും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഹിന്ദു സഹോദരന്മാരും ക്രിസ്തീയ സഹോദരന്മാരും മർത്തോമ, ഓർത്തഡോക്സ്, കനാന ഇങ്ങനെയുള്ളവരോടെല്ലാം ഞാൻ പറയാം. അപ്പൊ ഇവർക്കൊരു അതിശയം, അതായത് ഈ മർത്തോമയിലും കനാനായിലും ഉള്ളവർക്കെല്ലാം ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. കാരണം ഈ കൊച്ചു നിസ്കരിച്ച് അള്ളാവിനെ വിളിച്ച് ഇങ്ങനെ ജീവിച്ചിട്ട് ഇവര് യേശുവിനെ വിളിക്കാൻ പോയെങ്കിൽ ഞങ്ങൾക്കില്ലാത്ത എന്തോ ഇവർക്കൊന്ന് ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെ? ഇവരെല്ലാം എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ബസ് നിറച്ച് പ്രാർത്ഥനയ്ക്ക് ആള് വന്നു. പിന്നെ ഇത് പള്ളിയിൽ പ്രശ്നമായി, പള്ളിക്കാര് വിലക്കി, നിൽക്കാൻ പറ്റാത്തതുപോലെ എൻ്റെ നാട്ടിൽ പ്രതികൂല സാഹചര്യങ്ങളായി, അങ്ങനെ പ്രശ്നങ്ങളായി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് ആ തിരുവല്ലയിലേക്ക് വീട് മാറേണ്ടി വന്നു. ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഞാൻ ആ സമയങ്ങളിൽ ഹാർവസ്റ്റ്, പവർ വിഷനിങ്ങിനും ഒക്കെ എല്ലാം ഒത്തിരി അഭിഷിക്തന്മാരും ദൈവദാസിമാരും ദാസന്മാരും പ്രാർത്ഥിച്ചു. കാരണം അവരൊത്തിരി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരിക്കലും ഒരു കുടുംബം തകരരുത്, ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾ തകരരുത്, ഒരിക്കലും ഒരു കുടുംബം ആത്മഹത്യ ചെയ്യരുത്. ഞാൻ പറയാം, കടഭാരത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയെ നീ യേശുവിനെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു വഴി ഒരുക്കി തരും.
മരണം ഒന്നിനും ഒരു സ്തോത്രം കാരണം ആകരുത്. മരണം, നമ്മൾ ദൈവം തന്ന ആയുസ് നമ്മൾ തന്നെ എടുക്കുവാൻ ഒരിക്കലും നമ്മൾ തീരുമാനിക്കരുത്. നിങ്ങൾക്ക് എത്ര കോടി കടമുണ്ടെങ്കിലും ദൈവം നിങ്ങളെ നിർത്തും. പക്ഷെ നിങ്ങൾ ദൈവത്തിന് മനസ്സ് കൊടുക്കണം. എനിക്കൊരിക്കലും ഒരു കോടി രൂപ നിങ്ങൾക്ക് കടമുണ്ട്, അതുകൊണ്ട് സ്തോത്രം നിങ്ങളുടെ മനസ്സ് കൊടുക്കാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, നിങ്ങൾക്കും ഒരു മനസ്സും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയരുത്. അതേസമയം നിങ്ങൾ ക്രിസ്തുവിന് മനസ്സ് കൊടുക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും സഹോദരങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു പോംവഴി ദൈവം ഒരുക്കി തരും. ചിലരുണ്ട് പ്രാർത്ഥനാ വിഷയം കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് സഹോദരി പ്രാർത്ഥിച്ചു ഞാൻ എങ്ങനെയും ഒക്കെ പോകാന്ന്. അങ്ങനല്ല. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തകർന്ന് കിടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ജനിച്ച സാഹചര്യത്തിലും വളർന്ന സാഹചര്യത്തിലും നിങ്ങളുടെ മുമ്പിൽ മരണമാണ്. അങ്ങനെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും നാളും നിങ്ങൾ ജനിച്ച സാഹചര്യത്തിലും വളർന്ന സാഹചര്യം നിങ്ങൾക്ക് രക്ഷിക്കാൻ ആരും നിങ്ങളെ തയ്യാറായില്ല. എന്നാൽ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ മക്കളായിത്തീർന്ന കർത്താവ്, ഈ അഖിലാണ്ടത്തിന്റെ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, പകലിനെ തന്ന, രാത്രിയെ തന്ന ദൈവത്തിന് ഒരു കോടി ഒരു വിഷയമല്ല. ദൈവം അതിനുള്ള വഴികളെ ഒരുക്കും. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുപോലെ ഇരിക്കുന്നെന്ന, അത് ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവത്തിന് തിരിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചില പിടിച്ചു വെപ്പലൊക്കെ അങ്ങ് വിടണം. നമ്മൾ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ മതം, നമ്മുടെ സമൂഹം, നമ്മുടെ ബന്ധം, നമ്മുടെ ബന്ധക്കാർ, നമ്മുടെ സ്വന്തക്കാർ, ഇതൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ സ്വയമേ അതില്ലാതാക്കാതെ അത് സ്വയം പോയി ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു സഹോദരൻ 20 വയസ്സേ ഉള്ളൂ, തൂങ്ങി മരിച്ചു. വല്ലാതെ ഞാൻ അപ്പോൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ യേശുപ്പച്ചനെ അറിഞ്ഞായിരുന്നില്ല ആ മോൻ മരിക്കത്തില്ലായിരുന്നു, ആ അപ്പനും അമ്മയ്ക്കും നഷ്ടം വരത്തില്ലായിരുന്നു. ഇന്ന് എന്റെ സഹോദരങ്ങളോട്, നിങ്ങൾ ഏത് മതത്തിലായിക്കോട്ടെ, നിങ്ങൾ ഒരു തവണ കർത്താവേ യേശുപ്പച്ച എന്നെ ഒന്ന് സഹായിക്കണേ, ഞാൻ വിശ്വസിക്കാം, നീ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഒരിക്കലും മരണം നിങ്ങളെ നിത്യ നരകത്തിലേക്ക് കൊണ്ട്, ഇവിടുത്തെ തീയും ഇവിടുത്തെ പ്രതിസന്ധികളും എനിക്കും നിങ്ങൾക്കും തരണം ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ നിത്യ നരകത്തിനകത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ്. അതിനകത്തേക്ക് പോകല്ലേ സഹോദര, അതിനകത്തേക്ക് പോകല്ലേ സഹോദരി, അതിനകത്ത് പോകല്ലേ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ജീവിതത്തിന് ദൈവം തന്ന ആയുസ് ദൈവം തരുമ്പോൾ മാത്രമേ അത് എടുക്കാവൂ. ദൈവം എടുത്തോളും, നമ്മൾ ആരും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വിഷയമാണെങ്കിലും എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. ഞാനൊരു ഈ ലോകത്തുനിന്ന് മരിക്കേണ്ട വ്യക്തിയാ. എത്രയോ പ്രാവശ്യം മണ്ണെണ്ണയുടെ ജാറെടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. സ്തോത്രം. പെരയുടെ ടെറസിന്റെ മണ്ടയിൽ കയറി ചാടിച്ചാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ജീവിതം അവസാനിച്ചു, മടുത്തു, ഇനിയൊന്ന് ജീവിതം വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വളരെ സത്യമായി ഞാൻ പറയുന്ന കാര്യം. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, മരിക്കരുതോ. ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുക, ബൈബിൾ വായിക്കുക, ദൈവം നിങ്ങളെ പുതിയൊരു വഴിയിലേക്ക് നയിക്കും. അങ്ങനെ എൻ്റെ കർത്താവ് എൻ്റെ സഹോദരനെ സ്പർശിക്കുക, എൻ്റെ ഹസ്ബൻഡിനെ സ്പർശിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലായിരിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ദൈവദാസനെ ഞാൻ വിളിക്കുകയും, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്തോത്രം ഒരിടത്തേക്ക് ഒരു ദൈവദാസൻ കടന്നു പോവുകയും ആ ദൈവദാസൻ എൻ്റെ ഹസ്ബൻഡിനെ ക്ഷണിക്കുകയും, അങ്ങനെ ദൈവത്തിന്റെ ആ ദൈവദാസനിൽ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഒരു ആത്മാവിന്റെ പ്രേരണ ശക്തമായി കൊടുത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ സമയം നോക്കി സ്തോത്രം, എൻ്റെ ഹസ്ബൻഡിന്റെ അവസരം നോക്കി വണ്ടി കൊണ്ടുവന്ന് ജോലിയിൽ ഇല്ലാത്ത സമയത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി.
അങ്ങനെ ആ ദൈവദാസൻ കൊണ്ടുപോയി പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. അവർ ഒന്നിച്ചിരുന്ന് കരഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം എൻ്റെ ഹസ്ബൻഡിനെ ഒരു ദിവസം മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം, അതിന് മുമ്പിലത്തെ കാര്യം ഞാനിത് പറയുന്നത് കേട്ടോ, പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. മഗ്‌രിബ് നിസ്കരിച്ച് എൻ്റെ ഹസ്ബൻഡ് വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടേയിരുന്നു, മുസ്ലിം പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും അള്ളാഹുവിനോടാ പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് യേശുവിനെ ഓർത്തു. എൻ്റെ വയറ്റിലെ അസുഖം മാറ്റിയ ആ യേശുവിനോട് ഇനി ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ യേശുവിനോട് പ്രാർത്ഥിച്ചു. യേശുവേ, എൻ്റെ വയറ്റിലെ അസുഖം മാറ്റിയ യേശുവാണ്. എൻ്റെ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായി മാറുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സ്വയമേ പറ്റുന്നില്ല. ഞാൻ ഗ്ലാസ് മാറ്റി എൻ്റെ മദ്യപാനം നിർത്തത്തില്ല. അങ്ങ് ദൈവമാണല്ലോ, എന്നെ സഹായി. ആ പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ കടവെടുത്ത് പറയുക. അതുപോലെ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ വേറൊരാളെ എടുത്തു പറയുകയല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ റൂമിൽ പോയി. ചൊവ്വാഴ്ച മദ്യപിക്കാൻ വേണ്ടി രാവിലെ ഗ്ലാസ് എടുത്ത് മദ്യം ഒഴിച്ചു കഴിഞ്ഞ് കുടിക്കാൻ നേരത്ത് അതിനോടൊരു അറുപ്പും വെറുപ്പും തോന്നി. അന്ന് ദൈവം പൂർണ്ണമായ മദ്യപാനത്തിൽ നിന്ന് വിട്ടു. അങ്ങനെ മനസ്സിലായി, യേശു എന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ചു. യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശു എന്നെ വിടുവിച്ചു എന്ന് ബോധ്യമായി അനേകരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, അവർക്ക് തന്നെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരുണ്ട്. മുസ്ലിം രാജ്യമാണ്, ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരുണ്ട്, മുസ്ലിങ്ങൾ അനേകരുണ്ട്. അവർക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ മദ്യപാനം നിർത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇവർ ചോദിച്ചു, എങ്ങനെ ഇത് മദ്യപാനം നിർത്തി? അപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു ഉണ്ട്. വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ വിളിക്കണം. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെ പ്രതികൂലമുണ്ടായി. മാനേജറിന്റെ ഹസ്ബൻഡിനെ വിളിച്ചു, നിനക്ക് ഈ ചത്ത ദൈവമല്ലാതെ, ഈ ആണിമേൽ തൂങ്ങിയ ദൈവമല്ലാതെ, ഒരു സ്വയമായി വിജയിക്കാൻ കഴിയാത്ത ദൈവമല്ലാതെ ഒരു ദൈവത്തെയും കണ്ടില്ലേ? ഞാനൊരു കാര്യം അങ്ങനെ ചോദിക്കുന്നവരോടൊരു ഉത്തരമുണ്ട്. മരിച്ച് അനേക രാജാക്കന്മാരും നേതാക്കന്മാരും സ്തോത്രം പ്രഭുക്കന്മാരും കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ, അവരെല്ലാം പാപികളായി കിടക്കുമ്പോൾ, എൻ്റെ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് കല്ലറയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ കർത്താവ് യേശു മരണത്തെ ജയിച്ചു. മരിച്ച കല്ലറ പിളർന്ന് ഉയർത്തെഴുന്നേറ്റവൻ എൻ്റെ യേശു ക്രിസ്തു. ബാക്കി സകലരും മണ്ണിൽ കിടക്കുമ്പോൾ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് മരിച്ച ഒരുവന് മാത്രമേ ഉയർത്തെഴുന്നേറ്റ ഒരുവന് മാത്രമേ, മരണത്തെ ജയിച്ച ഒരുവന് മാത്രമേ എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ കഴിയൂ. മരിച്ച ഒരു വ്യക്തിക്കും എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ കഴിയത്തില്ല. മരിച്ചവരോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരുവനുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചു. അത് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ പ്രതിസന്ധിയായി ജോലി ഒരിടത്തുനിന്ന് അടുത്തടുത്തേക്ക് വിട്ടു, മറ്റെടുത്തെടുത്ത് വിട്ടു. പ്രതികൂലം പണ്ട് തട്ടുന്ന പോലെ തട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രതികൂലമായി ഞാൻ തിരുവല്ലയിലേക്ക് വാടകയ്ക്ക് വന്നു. അങ്ങനെ പള്ളിക്കാര് പ്രശ്നമായി. മക്കളെല്ലാം അപ്പൻ എഴുതി കൊടുത്തു. വലിയ പ്രതിസന്ധി കൂടെ പോയി. എന്നാൽ ദൈവ സ്നേഹം ഞങ്ങളെ നിർത്തി. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിലേക്ക് കടന്നു. മക്കൾ 2 പേര്. മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ, ഇളയ മോൻ ഇപ്പൊ സാക്ഷ്യം പറഞ്ഞല്ലോ. മക്കളില്ലെന്നാരാ പേരൻസ് എഴുതി കൊടുത്തോ? നിങ്ങൾ വിശ്വാസത്തിൽ പള്ളി മക്കളില്ലെന്ന്, എന്റെ മക്കളല്ല, എന്റെ മകനല്ല, എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന് പള്ളിയിൽ എഴുതി കൊടുക്കണം. മുസ്ലിം പള്ളിയിൽ കാരണം കൊടുത്തു. ഹസ്ബൻഡിന്റെ പിതാവ് എഴുതി കൊടുത്തു, മകനല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി വിലക്കി. അപ്പൊ പിന്നെ നമുക്ക് പള്ളി വിലക്കി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഇതും ഇല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ പ്രതികൂലമായി. ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അതിന്റെ ഒത്തിരി സാക്ഷ്യമുണ്ട് പറയാൻ.
നാട്ടിൽ വന്നു. പിന്നെ വളരെ പ്രതികൂലങ്ങളിൽ കൂടെ ജോലിയെല്ലാം പോയി ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും ബൈബിൾ കോളേജിൽ പോകാൻ എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ദൈവം ജോലിയല്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരുക്കിയിരുന്നത്. അങ്ങനെ ഹസ്ബൻഡിനും ബൈബിൾ കോളേജിൽ പോകാൻ ദൈവം ഒരുക്കി. അങ്ങനെ ദൈവം ഓരോ വഴികൾ ഒരുക്കി. ഇന്ന് ഞങ്ങൾ വളരെ പ്രതിസന്ധി കൂടെ പോയി. എന്നാൽ വിശ്വാസത്തിൽ ഇറങ്ങി ഞാൻ വീട്ടുജോലിക്ക് വരെ പോകേണ്ടി വരും. എൻ്റെ ഹസ്ബൻഡ് ഒരു ജോലിയും കിട്ടുന്നില്ല, മെക്കേഡായിട്ട് കിട്ടുന്നില്ല, സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചിട്ട് കിട്ടുന്നില്ല, പെട്രോൾ പമ്പിൽ ചോദിച്ചിട്ട് കിട്ടുന്നില്ല, എങ്ങും എൻ്റെ ഹസ്ബൻഡ് ജോലി കിട്ടുന്നില്ല. എന്നാൽ ദൈവം ഒരു വാക്യം പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്കൊരു വീട്ടുജോലിക്ക് സ്തോത്രം, അങ്ങനെ ദൈവം വഴിയൊരുക്കി. അങ്ങനെ കുറെ നാൾ വീട്ടുജോലിക്ക് പോയി. എന്നാൽ ദൈവം അവിടുന്നെല്ലാം, ദൈവം നമ്മളെ പരീക്ഷിക്കുമല്ലോ. നമ്മൾ കർത്താവിനെ വിളിച്ചിറങ്ങുന്നത് സ്തോത്രം. ഒരിക്കലും ഞാൻ യേശുവിനെ വിളിച്ചിറങ്ങിയത് സ്തോത്രം എല്ലാം വിട്ടിട്ട് എൻ്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി. ആമേൻ, സ്തോത്രം. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച അന്നേരം എൻ്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടപ്പറപ്പുകളോ ഒന്നും എനിക്കൊന്നും അല്ലായിരുന്നു. എൻ്റെ കർത്താവായിരുന്നു എനിക്ക് വലുത്. ഞങ്ങൾക്ക് അന്ന് സമ്പത്തോ മുതലോ പണമോ ജോലിയോ, പക്ഷെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തെ വിളിക്കണം. ഞങ്ങൾ ഒറ്റ ചിന്തയുള്ളായിരുന്നു. വളരെ പ്രതികൂലങ്ങളിൽ കൂടെ പോയി, വളരെ പ്രതിസന്ധിയിൽ കൂടെ പോയി. എന്നാൽ ദൈവം ഞങ്ങൾക്ക് 3 പ്രതിസന്ധികളെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞാട്ട് കേൾക്കുന്നവരുടെ ആത്മീയ. ഓക്കെ, അങ്ങനെ പ്രതികൂലങ്ങളിൽ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പൈസ കിട്ടി അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നപ്പോൾ. നാട്ടിൽ വന്ന സമയത്ത് ഞാൻ തിരുവല്ലയിൽ നിന്ന് ഞങ്ങൾ മാവേലിക്കര ഒരു വീട് മാറി അവിടെ വന്നു. അപ്പം ജോലി കിട്ടി, ശമ്പളത്തിൽ സ്കൂളിൽ ഏറ്റവും നല്ല ഹൈ ലെവലിലാണ് കുഞ്ഞുങ്ങൾ, ഹൈ ലെവൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ ഫീസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, എല്ലാം കൊടുക്കാളെല്ലാം കൊടുത്തു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്തോ ഇല്ല, പൈസ ഇല്ല. അപ്പൊ ഞങ്ങളുടെ ചിന്ത എന്താ, എവിടെങ്കിലും ഒരു പെട്രോൾ പമ്പിലോ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറുക, എൻ്റെ ഹസ്ബൻഡ് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറുക, ഇതാ ചിന്ത. പക്ഷെ എങ്ങും എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് കയറാൻ എങ്ങും പറ്റുന്നില്ല. വളരെ 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസമായി. വാടകക്കാര് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, കാരണം വാടക കൊടുക്കാൻ പറ്റാതെയായി. ഞങ്ങൾക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, കൂടപ്പുറപ്പില്ല, ബന്ധുമിത്രാദികളിൽ ആരോടും ഒട്ടും പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്തൊരു തിരിച്ചു വിശ്വാസത്തിന് ഇറങ്ങി, ആരുമില്ല ഞങ്ങളിൽ സഹായിക്കാൻ. ഞങ്ങളെ തൊട്ട് ആർക്കും അറിയത്തില്ല. അന്ന് കർത്താവ് പറഞ്ഞ ഒരു വാക്യം, മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക. അന്ന് ഞങ്ങൾക്ക് 36,000 രൂപ വേണം, വാടക കൊടുക്കണം. ഞങ്ങൾക്കന്ന് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലായിരുന്നപ്പോൾ ഒരു കാർ എടുത്തായിരുന്നു, സെലേരിയോ ഒരു കാർ എടുത്തായിരുന്നു. അപ്പൊ അത് ലോൺ വെച്ചാ എടുത്ത്. അത് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് അവരെ അപ്പം മറ്റേ 2,400 രൂപ കൊടുത്താണ് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ കിട്ടുന്ന പൈസ ലോണും അടയും, നമ്മൾ വണ്ടിയുടെ ലോണും അടയും, ഇത് ലോണും കൊടുക്കുക, ഇവരെ എല്ലാരെയും നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുവരാം എന്നുള്ള. ആ സമയം ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചായിരുന്നു. അങ്ങനെയുള്ള ചിന്തയിലാണ് ഈ വണ്ടി എടുക്കുന്നത്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ജോലി പോകുന്നുള്ള ചിന്തയൊന്നുമില്ല, നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചേ ഇല്ല. എന്നാൽ കർത്താവിനെ ആരാധിക്കാൻ പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് ജോലിയൊക്കെ പ്രതികൂലമായി ജോലിയൊക്കെ പോയത്. അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് ഒത്തിരി എടുത്ത് ജോലി ചോദിച്ചു, എങ്ങും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 6 മാസമായി ഞങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധിയായി. ഞങ്ങൾ ഇവിടുന്ന് സീത്തോട്ടില് എനിക്കൊരു കനാനായി പോകുന്ന ഒരു പ്രേമചേച്ചി, ചർച്ചിൽ പോയിക്കോട്ടെ, ഒരു പ്രേമചേച്ചി, ചേച്ചി വിശ്വാസത്തിലാണ്. ആ ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടുന്ന് ചേമ്പും, അവർക്ക് ആർക്കും അറിയത്തില്ല. ഇന്നിപ്പൊ സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയായിരിക്കും അന്ന് അവള് വന്നത്. സ്തോത്രം. അവിടെ ചേമ്പിന്റെ താളും ഓമയ്ക്കായും ഒക്കെ ഞാൻ പറിച്ച് വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് വരും. അപ്പൊ മേളിന്ന് ചേച്ചി പറയും, ഇവള് ചപ്പും കാടും എല്ലാം പറിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കറിയത്തില്ല ഞങ്ങളുടെ സാഹചര്യം. അവർക്ക് ആർക്കും, ഒരു മനുഷ്യൻ, എൻ്റെ ഹസ്ബൻഡ് അമ്മായിക്കോ അല്ലെ അത്തായിക്കോ സഹോദരങ്ങൾക്കോ ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഇത്ര പ്രതിസന്ധിയിൽ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടില് അവർക്ക് പലചരക്ക് കടയാണ്. അവര് മിക്കപ്പോഴും ഞങ്ങൾക്ക് മാവും പഞ്ചസാരയൊക്കെ കൊണ്ടുതരും. അപ്പൊ ഇതെങ്ങനെയാണെന്ന്, കാരണം ഞങ്ങൾ അന്ന് വരെ
ജോലി ചെയ്തല്ലേ നമുക്ക് ശമ്പളം കിട്ടിയിട്ടുള്ളേ. നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഒരു അനുഭവം നമുക്കില്ലല്ലോ. നമുക്ക് 100 രൂപ കടമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 100 രൂപ കടം വാങ്ങിച്ചു പിന്നെ നമുക്ക് തരാം എന്ന് പറഞ്ഞ് നമ്മൾ 100 രൂപ നമ്മുടെ ആവശ്യത്തിന് വാങ്ങിക്കുകയല്ലേ. നമ്മൾ ദൈവസന്നിധി പോയിരുന്നു പ്രാർത്ഥിക്കുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? 100 രൂപ ആണെങ്കിൽ ആദ്യം കിട്ടുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കും. അപ്പുറത്തെ വീട്ടിലെ പണക്കാരനായ അച്ഛനോട് 100 രൂപ ചോദിക്കും. സ്തോത്രം. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ 4 രൂപ പലിശക്കാരനോട് ചോദിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ 8 രൂപ പലിശക്കാരനോട് ചോദിക്കും. ഇത് കിട്ടിയില്ലേ 10 രൂപ പലിശക്ക് എടുത്ത് നമുക്കൊരു അഭിമാനമുണ്ടല്ലോ. നമ്മൾ ഈ പലിശയ്ക്ക് വാങ്ങി നമ്മൾ കറക്റ്റ് കൊടുക്കുന്നവരാണെന്ന് തെളിയിക്കാൻ നമ്മൾ നടക്കത്തില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ പലിശയ്ക്ക് വാങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവല്ലേ ആന്റി? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് പൈസ പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടുമെന്നെന്തോ ഇല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആരുമില്ലാതെ വന്നപ്പോൾ ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുപ്പച്ച ആരുമില്ല. പക്ഷെ എനിക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. എന്റെ പാസ്റ്റർ വിനോദ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർക്ക് ചർച്ച 300 രൂപയെ കിട്ടുന്നേ. അപ്പൊ ആ പാസ്റ്റർ 150 രൂപയുടെ ചർച്ചകളുള്ള ഒരു പാസ്റ്റർ. 150 രൂപയുടെ മീന് ഞങ്ങക്ക് വാങ്ങിച്ചു തരും. 300 രൂപ ആയിരിക്കും ആ ചർച്ച ചിലപ്പം ആ ആഴ്ച കിട്ടുന്നേ. നന്ദിയോടെ ഞാനത് ഓർക്കുന്നു. ചിലപ്പം ആ പാസ്റ്റർക്ക് 200 രൂപ ആയിരിക്കും. അപ്പൊ 200 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഞങ്ങൾക്ക് പെട്രോൾ അടിച്ചു തരും. സ്തോത്രം. 100 രൂപ അവരും പെട്രോൾ അടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ഞങ്ങൾ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അവര് ദൈവത്തിന്റെ പ്രേരണയിൽ അവർ ചെയ്യും. അങ്ങനെ സ്തോത്രം. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതിസന്ധി. നമ്മുടെ സീത്തോട്ടിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുവന്ന് ഇത് തോരനും റേഷൻ അരി കിട്ടും. അതുമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഒരു പരാതി പറഞ്ഞിട്ടില്ല. അവർക്ക് സാഹചര്യം അറിയാം. അവരുള്ളപ്പോ ഇഷ്ടത്തിന് ഇറച്ചിയും മീനും. അപ്പൊ നമ്മൾ ഈ ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് ജീവിച്ചവരല്ലേ. തുണ്ടമാണേലും നമ്മ ഒരു ദിവസം പോലും ബേക്കറി ആണേലും ഒന്നിനും കുറവില്ലാതെ ജീവിക്കില്ല. 40,000 രൂപ ശമ്പളം ഉണ്ട്, പിന്നെ ബോണസ് കിട്ടും. ഒന്നിനും പ്രയാസമില്ല. സമാധാനമില്ലെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഒന്നുള്ള പ്രയാസമില്ല. ഇപ്പൊ പലിശയ്ക്ക് വാങ്ങിയിട്ടാണെങ്കിലും ഫുഡ് കഴിക്കും, അല്ലെ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഫുഡ് കഴിക്കും. നമ്മുടെ ആ അഭിമാനമുണ്ടല്ലോ, നമ്മളതൊന്നും ആരെ മുമ്പിൽ താഴ്ത്തി വെക്കത്തില്ലല്ലോ. എന്നാൽ യേശുവിനെ ജോലിയെല്ലാം പോയി കഴിഞ്ഞാൽ ആരുമില്ല. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി എടുത്തണ്ണന്റെ ബയോഡേറ്റ് കൊടുത്ത് എങ്ങും കിട്ടുന്നുമില്ല. ഇങ്ങനെ ഞാൻ സീത്തോട്ടിൽ പോയി സാധനം അതിങ്ങനെ ഈ ചേമ്പും ഓമയ്ക്കായി അതൊക്കെ തോരൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മാസം വളരെ പ്രയാസത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നത്തിൽ കൂടെ ഞങ്ങൾക്കൊരു 34,000 രൂപ കടവായി വന്നു. ഞങ്ങളുടെ കട അന്നത്തെ 34,000 രൂപ. അത് ഞങ്ങൾക്കൊരു വലിയ തുകയാ. കാരണം എന്റെ ഹസ്ബൻഡ് 1 മാസത്തെ ശമ്പളം മതി ദുബൈയിലായിരുന്നപ്പോ വീട്ടാൻ. ഈ 34,000 രൂപ ഞങ്ങൾക്ക് 34 ലക്ഷത്തിന്റെ കടം പോലെയായി. ഞങ്ങൾക്ക് അത്ര വലിയ ഭാരം. ഇതെങ്ങനെ വീട്ടും ഒരു പ്രതീക്ഷ. പിന്നെ കുഞ്ഞുങ്ങളുടെ ഫീസ് വേറെ, പിന്നെ വണ്ടിയുടെ ലോൺ ഉണ്ട് 6,713 രൂപ ലോണാ. പക്ഷെ ഇതാണ് ഞങ്ങൾക്ക് ഈ 30 വാടകക്കാർ ഇറങ്ങാൻ പറഞ്ഞു. എങ്ങോട്ട് ഇറങ്ങും? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും കൺവെൻഷൻ പ്രാസംഗിക റംലാൻഡി കൺവെൻഷന് പോവാന് മക്കളെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരാൻ. അതിനു മുമ്പേ ഒരു ഗെറ്റ് ടുഗദർ മുസ്ലിമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കുറെ സഹോദരങ്ങളെ സൗദാന്റിയാണ് ലീഡ് ചെയ്ത്. എല്ലാവരും കൂടി 150-150ഓളം പേര് അന്ന് ഉണ്ടായിരുന്നു. അന്ന് അത്രയോ പേര് കൂടി വരികയും ആ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി. കാരണം ഒത്തിരി മുസ്ലിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒത്തിരി പേരുണ്ടല്ലോ. മറ്റേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയല്ലേ, ആരുമില്ലല്ലോ. പക്ഷെ ഇവരെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ റംലാൻഡിയുമായിട്ട് സൗദാന്റി പോയി പരിചയപ്പെടുത്തുകയും ഇപ്പൊ സൗദാന്റിയോട് പറഞ്ഞു ഇവക്ക് ഈ കൊച്ചിന് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഈ കുഞ്ഞിന് ആഗ്രഹമുണ്ട്, ഇവളെ നീ പഠിപ്പിക്കണം. അപ്പൊ റംലാൻഡി പറഞ്ഞു ഓക്കെ അത് ഞാൻ പഠിപ്പിക്കാം. അനീഷ് തൽക്കാലം എവിടെയും എന്ത് ചെയ്യട്ടെ ജോലി അന്വേഷിക്കട്ടെ, എന്തെങ്കിലും ഡ്രൈവിങ്ങോ. ഇതാണ് ചിന്ത, മനസ്സിലെ ചിന്ത ഇതാണ്. അപ്പൊ അതിന് ആന്റി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ആന്റി അങ്ങനെ ഏറ്റെടുത്തു.
അങ്ങനെ ഈ ആന്റിയുടെ റംല ആന്റി ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകാൻ നേരത്ത് തലേന്ന് എന്നെ വിളിച്ചു, മോനെ നീ വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, മോൻ വരണം, എന്നെ കൊണ്ടുപോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ 4 വീലർ ഓടിക്കുമെന്ന്. അങ്ങനെ ഞാൻ വരാം ആന്റി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഞാൻ എന്റെ വണ്ടി ഓടിച്ച് ആന്റിയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് പോയപ്പോൾ ആന്റി മെസ്സേജ് പറഞ്ഞ ഒരു മെസ്സേജ് കിണറേ പൊങ്ങി വാ. അപ്പൊ ഈ ബൈബിളിനെ കുറിച്ച് ഒത്തിരി ഒന്നും എനിക്കറിയത്തില്ല. നമ്മൾ ബൈബിള് വായിക്കും, പക്ഷെ ഇതിന്റെ ഒത്തിരി ഒന്നും. പക്ഷെ അന്ന് എന്നോട് ഈ വചനം പറഞ്ഞു, കിണറേ പോ, നിന്റെ നന്മ പൊങ്ങി വരാൻ, നിൻ ശത്രു അടയപ്പെട്ട നന്മ അപ്പൊ ഈ ഒറ്റ വാക്യൊന്നും എനിക്കറിയാം. നന്മ പൊങ്ങി വാ, ഈ വാക്ക് എന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിനോട് മനുഷ്യനെ നമുക്കൊരു വാക്യം കിട്ടി, നമുക്ക് ഈ വാക്യം. അപ്പൊ ഞങ്ങൾ വളരെ, പക്ഷെ അപ്പോഴും അറിയത്തില്ല ദൈവം എന്ത് ചെയ്യുന്ന. ഞാൻ പറഞ്ഞതുപോലെ 100 രൂപ കടം വാങ്ങിച്ചു ജീവിച്ച ഞങ്ങൾക്ക്, പലിശയ്ക്ക് എടുത്ത് ജീവിച്ച ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ നോക്കി ഇപ്പൊ അത്യാവശ്യം വരുമ്പോ ഒരിടത്തുനിന്ന് വാങ്ങിച്ച ഹസ്ബൻഡിന്റെ ബോണസ് വരുമ്പോ നമുക്ക് തിരികെ കൊടുക്കാമല്ലോ, അല്ലെ 10 രൂപ പലിശയ്ക്ക്, 5 രൂപ പലിശയ്ക്ക്. എന്നാലും ആരോടും അങ്ങനെ നമ്മൾ ഭയങ്കര കൃത്യനിഷ്ഠയോട് ജീവിച്ചിട്ട് 1 രൂപ പോലും ഇല്ല ജീവിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ അവിടുന്ന് കിട്ടുമെന്ന്. ഇത് ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഈ വചനം വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തി ഈ വചനം, കിണറേ പൊങ്ങി വാ, നന്മ പൊങ്ങി വാ, നന്മ ഇതേ ഉള്ളു, വേറൊന്നും എനിക്ക് പറയാറില്ല. ഞങ്ങൾ രണ്ടുപേരുടെ കൈകോർത്ത് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം പറഞ്ഞല്ലോ മനുഷ്യൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥവും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അറിയാതെ അവിടെ കിടന്നങ്ങ് ഉറങ്ങി, ക്ഷീണിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ റംലാന്റെ വിളിച്ചു, മക്കളെ നിങ്ങളെ കാണാൻ 2 പേര് ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങളെ കാണാൻ ആരാ? ആകെ അറിയാവുന്ന റംലാന്റിക്ക്, കുറച്ച് സഭയിലുള്ളവർക്കൊക്കെ. അത് എനിക്കും അറിയത്തില്ല. നിങ്ങളെ കാണാൻ 2 പേര് ഇവിടെ വന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോ ഞങ്ങൾ ചെന്നു. കുഞ്ഞുങ്ങളെ ആക്റ്റീവയ്ക്ക് അന്നൊക്കെ പെട്രോളൊക്കെ ഇച്ചിരിയുള്ള. ഞങ്ങൾ പലയിടത്തും ഒരു കാര്യം, ഞങ്ങൾ ഒറ്റ പ്രാർത്ഥന മുടക്കത്തില്ല. ഒരു സാക്ഷ്യം വന്ന് ആ സമയങ്ങളില് ഞങ്ങളുടെ കയ്യില് അന്ന് തിരുവല്ലയിൽ ഒരു പ്രയർ ഉണ്ട്, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പോ അന്ന് ഉണർവിനക്തി, ആ സമയത്ത് ഉണർവിനക്തി അവിടെ ഒരു മെസ്സേജ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഞങ്ങളുടെ പെട്രോൾ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഉപവാസത്തിലാന്ന്, അങ്ങോട്ട് പോകാൻ നമുക്ക് പെട്രോൾ, തിരിച്ച് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ കണ്ടിന്യൂസ് പ്രയർ നടക്കുമല്ലേ, നമുക്ക് അവിടെ ഇരിക്കാം, പെട്രോൾ അങ്ങോട്ട് പോകാനേ ഉള്ളൂ. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ പോയി, 4 പേരോട് ഈ ആക്റ്റീവേ പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആർക്കും ഞങ്ങളെ അറിയത്തില്ല. സ്തോത്രം. ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. വിശ്വാസത്തിൽ വന്ന സമയം ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുക, ദൈവം പ്രവർത്തിക്കുമെന്നൊന്നും അറിയത്തില്ല. സ്തോത്രം. അപ്പം ഈ സമയത്ത് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് എന്റെ അടുത്തൊരു ചേച്ചി വന്നിരിക്കുക. അപ്പൊ ഞങ്ങൾ നേരത്തെ ഒരു സഭയിൽ പോയപ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ചേച്ചി ദുബൈയിലാണ്. ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരു പ്രതികൂലം വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു സുനിത എന്ന് പറയുന്ന ഒരു ആന്റിയാണ്. ആ ആന്റി എന്റെ കൂട്ടുകാരിയാണ്. ആന്റി പറഞ്ഞാണ് ഈ ആന്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ച ആ ഉച്ച സമയത്ത് ആരാധന എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ നോക്കി, സുനിത ആന്റി നിനക്ക് ഇതിനെ അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, നീ അന്ന് ദുബൈയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, ആ ആന്റി ഇതെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, ഞങ്ങൾ കൈ കൊടുത്തു, സന്തോഷം കൊണ്ടിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ചെലവാന്ന് പറഞ്ഞു. ഈ ആന്റി പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ചെലവാണെന്ന് പറഞ്ഞു. അപ്പൊ സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ എന്റെ ഹസ്ബൻഡ് എന്റെ കണ്ണിലേക്ക് നോക്കി. കാരണം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനന്ന് പിന്നെ ഞങ്ങൾ ഉപവാസമാണ്, അപ്പം നമുക്ക് കഴിക്കാം. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഇവള് കഴിക്കത്തില്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്യാം കഴിക്കും, ഇവള് കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഓട്ടോയെ കയറാൻ നേരത്തെ ഓട്ടോ കൂലി കൊടുക്കാൻ എന്തോ ഇല്ല, 2 ഓട്ടോ വിളിക്കണമല്ലോ. ഞങ്ങൾ 4 പേരുണ്ട്, അവര് 4 പേരുണ്ട്, 2 ഓട്ടോ വേണം. ഓട്ടോയെ കയറാൻ നേരത്ത് കൈ കൊടുക്കാൻ പൈസ ഇല്ല. എന്റെ ഹസ്ബൻഡ് എന്റെ കണ്ണിലോട്ട് നോക്കി. അപ്പൊ ഈ ആന്റി ഒരു 500 രൂപ എടുത്ത് കൈ തന്നിട്ട് ഓട്ടോ കൂലി കൊടുക്കണം. അവർക്ക് അറിയത്തില്ല, ഞങ്ങളുടെ പൈസയിൽ ഒന്നും അറിയത്തില്ല. ഇന്ന് ഇത് ഓട്ടോ കൂലി കൊടുക്കണം, ഞാൻ വരുവാന്ന് പറഞ്ഞു. ഇവര് പുറകെ ഓട്ടോയ്ക്ക് വന്നു. അവിടെ ചെന്ന് അവർക്ക് പിള്ളേര്, ഞാനൊരു വെള്ളം കുടിച്ചു, കുഞ്ഞുങ്ങൾക്ക് അവർ ഫുഡ് കഴിച്ച് ഏറ്റവും വലിയ ഹോട്ടലിൽ കൊണ്ട് അവർക്ക് ഫുഡ് അവർ കഴിച്ചു. വരാൻ നേരത്ത്
സ്തോത്രം. ഒരു 2000 രൂപ അന്ന് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, എടുത്ത് ഞങ്ങളുടെ കൈ തന്നു. അപ്പൊ ആ ദൈവം ഞങ്ങൾക്ക് മനസ്സിലായി, ദൈവം എന്തോ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ അറിയുന്നുണ്ട് അവർക്കാർക്കും. അപ്പൊ ഞാൻ പറയും, എനിക്ക് വേണ്ടി ആ ദുബൈയിൽ നിന്ന് എൻ്റെ അടുത്ത ആന്റി എന്ത് ചെയ്തു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ചിലത് അങ്ങോട്ട് പോയി എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തെ ആരാധിക്കാനാ പോയെ. ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ സഹായിക്കുമെന്നോ കരുതുമെന്നോ ഒന്നും. പക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ കർത്താവ് വഴിയൊരുക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഈ ആരും റംലാന്റെ അവിടെ പോയി. ഞങ്ങൾക്ക് 34,000 രൂപ വേണം. സ്തോത്രം. ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു അങ്കിള് പറഞ്ഞു കുറച്ച് പൈസ എടുത്ത് കൈ തന്നു, എണ്ണി നോക്കാൻ പറ. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങളുടെ കണ്ണിങ്ങനെ നിറയുക, ഞങ്ങൾ തമ്മിൽ കണ്ണി നോക്കുന്നുണ്ട്, ഇതാര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, ദൈവം പറഞ്ഞാൽ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യണം, എണ്ണി നോക്കാൻ പറഞ്ഞു. എണ്ണിയപ്പോ 30,000 രൂപ ഉണ്ട്. ഞങ്ങൾക്ക് എത്ര വേണ്ടേ, 4,000 രൂപ ദശാംശം കൊടുക്കാൻ. അപ്പൊ ഈ 30,000 രൂപ എണ്ണി എൻ്റെ ഹസ്ബൻഡ് ബൈബിളിനകത്ത് വെച്ചു. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ചിന്തിച്ചു, ദൈവം ഇനി 4,000 രൂപ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4,000 രൂപ എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിലെടുത്ത് കൊടുത്തു. സ്തോത്രം. അന്ന് മനസ്സിലായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഈ വെന്തിക്കോസുകാര് കൈയടിച്ച് പ്രാർത്ഥി, ഇവന്റെ ചെവി കേൾക്കത്തില്ലയോ, നിങ്ങളുടെ ദൈവം എന്തോ ചെവി കേൾക്കാത്ത പൊട്ടനാണോ, ഇത്രയും തമ്പാറടിച്ചു വേണോ ഈ പ്രാർത്ഥിക്കാൻ എന്ന് കൂട്ടുകാരോടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവാത്മാ ചെവിയിൽ ഓതി, നീ അന്ന് ചോദിച്ചില്ലേ ദൈവത്തിന് ചെവി കേൾക്കത്തില്ലേ എന്ന്, ദൈവത്തിന് ചെവി കേൾക്കുമെന്ന്. അന്ന് മുതൽ മനസ്സിലായി, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം വഴിയൊരുക്കുമെന്ന്. അങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഞങ്ങൾ 3 വർഷം ചെങ്ങന്നൂര് മൗണ്ട് സിയോനിൽ 3 വർഷക്കാലം ബൈബിൾ പഠിച്ചു. GTH 3 വർഷം പഠിച്ചു. 2 വർഷം GTH ഓൺലൈനായിട്ട് പഠിച്ചു. ഇപ്പൊ ഞങ്ങൾ തന്നെ പരസ്യയോഗങ്ങള് പിന്നെ കൺവെൻഷനുകളൊക്കെ മെസ്സേജ് പറയാന് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങനെ ആയിരിക്കുന്നു. വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് ഒരു ഒറീസയിലുള്ള ഒരു ആദിവാസി പയ്യനെ പരിചയപ്പെടുകയും ആരും റെക്കമെൻഡ് ഇല്ലാതെ കർത്താവിന്റെ റെക്കമെൻഡ് കൊണ്ട് ഞങ്ങൾ ഒറീസയിൽ പോയി അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. 2 പേർ അവിടെ പോയി സ്നാനപ്പെട്ടു. അവിടെ ഒരു ചെറിയൊരു കൂട്ടമുണ്ട്. ഇപ്പൊ ഒരു 3 പ്രാവശ്യം ഞങ്ങൾ പോയി. അവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അനേകർ ഡ്രസ്സ് ഇല്ലാതെ 14 വയസ്സുള്ള കുഞ്ഞൊക്കെ വെറും തോർത്തുടുത്ത ആരാധനയ്ക്ക് വരുന്നവരാണ്. അവര് വളരെ ദയനീയ ഒത്തിരി കാര്യം. നമ്മുടെ കേരളീയര് ഭാഗ്യവാനാണ്. ഇനിയും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം എല്ലാ വഴികളും തുറക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇപ്പോൾ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ പൊതുവായി പ്രവർത്തിക്കുന്നു. ആത്മാക്കളുടെ സുവിശേഷം പറയുന്നു. അനേകരെ നേടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ നശിച്ചു പോന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ യൗവനക്കാര്, കുടുംബങ്ങൾ തകർന്നവര്, കുടുംബ വേർപിട്ടവര് ഒക്കെ ഒന്നിക്കുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ആമേൻ. അങ്ങനെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കുടുംബമായി ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവിന്റെ വേലയിലായി. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച. നിത്യവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അപ്പന്റെ മക്കളാ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിലേക്ക് വരുന്നു. ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദിയ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും ദൈവവചനമാകിയ സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി, ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെടല്ലേ കർത്താവെ. വേദനയോടെ, പ്രയാസത്തോടെ, ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ഈ സാക്ഷ്യം ഒരു ജീവിതത്തിനകത്ത് അനുഗ്രഹവും വിടുതലും രക്ഷിക്കപ്പെടുവാനൊക്കെ കർത്താവ് സഹായിക്കണം. യേശുവിനെ കർത്താവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് അങ്ങേ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസൻ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ചേർക്കുവാൻ പറ്റുമോ? പറഞ്ഞേ. ആമേ, സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ ആമേൻ, നമ്പര് അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, ജീവിതത്തിനകത്ത് തകർന്നു കിടക്കുകയാണ്, കുടുംബത്തിനകത്തൊരു വിടുതലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമീൻ, സ്തോത്രം. നിങ്ങളോ ആമീൻ ആരെങ്കിലും യേശുവിനെ ഇന്ന് വരെ കർത്താവായി ആമീൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ റോമാലേഖനം 10:9 യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, എന്തുവാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക? അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ രക്ഷകനാണ്, അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി യാഗമായി. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ വിഷയത്തിലേക്ക് വരണമേ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തോ, നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ, നിങ്ങൾ നടക്കുന്ന നടപ്പിൽ, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങേക്ക് ആമീൻ, അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുവാന്ന് പറയുന്ന നിമിഷം തന്നെ നിങ്ങളുടെ വിഷയത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.